എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. കർത്താവിന്റെ മഹാകൃപയാൽ മധ്യപ്രദേശിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചെറിയ സഭകളായി ആരംഭിച്ച് ഇന്ന് മധ്യപ്രദേശിൽ more than 700 ചർച്ചസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റവറൻഡ് ഡോക്ടർ സണ്ണി ഫിലിപ്പിന്റെ കീഴിലായിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അതേ സഭയുടെ പ്രൊമോഷനായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും കോർഡിനേറ്റേഴ്സിനെ വെച്ച് സെക്കൻഡ് റോ ലീഡർഷിപ്പിനെ ബിൽഡപ്പ് ചെയ്യുവാൻ അതേ സഭയായി ചർച്ചായി സ്റ്റേറ്റായി തീരുമാനിച്ചിരിക്കുന്നു. സഭയുടേതായ വളർച്ചയ്ക്ക് വേണ്ടി ഏകദേശം 12 ബൈബിൾ കോളേജുകൾ വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. ഗോസ്പൽ ഇൻ ആക്ഷൻ എന്ന കൺസെപ്റ്റില് സുവിശേഷം ചാരിറ്റിയിലൂടെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുവാൻ തക്കണം IPC MP സ്റ്റേറ്റിനെ ദൈവം സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സഹായിച്ച നല്ല യവനേശ്വരായിരിക്കുന്ന കർത്താവ് യഹോവ ഏരിയയായി വീണ്ടും മധ്യപ്രദേശിനെ സഹായിപ്പാൻ ശക്തനായിരിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ദൈവജനത്തെയും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുന്നു. God bless you all. മധ്യപ്രദേശിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തമായി ഈ പ്രവർത്തനത്തിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. സംഭവിച്ചൊരു പൈതൽ 3.5 വയസ്സ് മാത്രം പ്രായമുള്ള പൈതൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. പൈതലിന്റെ പേര് ജുവാന എൽസ ലിജു. ആ കുഞ്ഞിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക വിഷയമായി വിഷയമോർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വലിയൊരുദാസൻ പാസ്റ്റർ PK തോമസ് മുൻപോട്ട് വന്ന് വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Before Pastor PK Thomas comes to pray, I want to make a couple of announcements and release a book as well. Pastor PK Thomas മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് ചില അറിയിപ്പുകൾ നടത്തുകയും ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നു. I request your special prayers for the state of California in the United States. അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. As you may have heard in the news and read in the newspaper, there are wildfires that has destroyed more than 12,500 houses in Los Angeles, and thousands and hundreds of thousands of acres have been destroyed by these wildfires. ലോസ് ആഞ്ചലസ് പ്രദേശത്ത് 12,500ഓളം ഭവനങ്ങൾ നശിക്കുകയും നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ഏക്കറുകൾ കത്തി നശിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു കാട്ടുതീ അവിടെ പടരുന്നു. ആ വിഷയം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. 25 are confirmed dead and the death toll is likely to rise. 25ഓളം ആളുകൾ മരണപ്പെട്ടു എന്നറിയുന്നു. അത് കൂടുതൽ അംഗസംഖ്യ കൂടുവാൻ സാധ്യതയുണ്ട്. So more than 2 lakhs of people have been evacuated from their homes, and so they are living in other shelters. 2 ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. Some of our friends have lost their houses. ഞങ്ങളുടെ ചില സ്നേഹിതർക്ക് അവരുടെ ഭവനങ്ങൾ നഷ്ടമായിരിക്കുന്നു. The winds have been at 80 miles to 100 miles an hour, which is nearly 140 kilometers to 160 kilometers an hour. ഒരു മണിക്കൂറിൽ 140 in his prayer that God would have mercy on the state of California and the winds will subside. നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർ PK തോമസ് ആ പ്രാർത്ഥനയെ നയിക്കും. കാറ്റ് അടങ്ങുകയും തീ ശാന്തമാകുകയും ചെയ്യും. Los Angeles is a major city that impacts the whole world. ഈ ലോകത്തെ മുഴുവൻ തന്നെ സ്വാധീനിക്കുന്ന വലിയൊരു പട്ടണമാണ് ലോസ് ആഞ്ചലസ്. In many ways it is a leader in many different areas, and it was a leader for the Pentecostal movement. And the Pentecostal movement that impacted the world started in a street called Azusa
in Los Angeles. ലോകത്തെ തന്നെ സ്വാധീനിച്ച പെന്തക്കോസ്റ്റ് മുന്നേറ്റത്തിന്റെ ആരംഭം കുറിച്ചത് ഈ ലോസ് ആഞ്ചൽസ് പട്ടണത്തിലുള്ള അസൂസ സ്ട്രീറ്റിലാണ്. അതുപോലെ തന്നെ പല മേഖലകളിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ലോസ് ആഞ്ചൽസ്. That was nearly 119 years ago. അത് 190 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. So I pray that the Lord would use Los Angeles one more time in a major outpouring of the Holy Spirit. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച ഉണ്ടാകുവാൻ ഈ ലോസ് ആഞ്ചൽസ് പട്ടണത്തെ ദൈവം ഒന്നും കൂടി ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. I am grateful for the way the Lord has been blessing the services. I'm grateful for the new initiative that we have been able to take, especially in the afternoon meetings. We have combined 3 things, and I want to give a special invitation for those who have yet to attend one of the afternoon meetings. നമ്മുടെ യോഗങ്ങളൊക്കെ പലതിൽ നന്നായി ക്രമീകരിക്കുവാൻ ദൈവം സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞുള്ള യോഗം നാം 3 വ്യത്യസ്ത വിഷയങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ യോഗം നടത്തുന്നത്. അത് അല്പമായി നിങ്ങളെ അറിയിക്കട്ടെ. It is a missions challenge. If you have not heard, 3 medical doctors who are members of our church gave challenging missions challenge along with their testimony and the ministry of God's word. Please go to the YouTube and listen. It will bless your soul. പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു യോഗമാണ്. നമ്മുടെ സഭയിൽപ്പെട്ട 3 മെഡിക്കൽ ഡോക്ടേഴ്സ് വന്ന് അവരുടെ അനുഭവങ്ങളിലൂടെ അവരുടെ ശുശ്രൂഷ മേഖലയിൽ അവർ എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞു. യൂട്യൂബിൽ ചെന്ന് നിങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ കേൾക്കാവുന്നതാണ്. The second thing that we did is we started a ministry to young professionals in IPC last year, and so this is a continuation of that, and we want to expand, and already many have joined from different parts of the world. And so those who are engaged in any career professionally, we invite you to join, and you can also join in the monthly Zoom prayer meeting that takes place by the professionals and for the professionals. മറ്റൊന്ന്, നമ്മുടെ സഭയിലെ വ്യത്യസ്ത തൊഴിൽ കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് എല്ലാ മാസവും അവർ ഒരുമിച്ച് വന്ന് സൂമിലൂടെ പ്രാർത്ഥനകൾ നടത്തുന്നു. അത് അവർക്ക് വേണ്ടിയും അവരിലൂടെയും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾക്കും അതിന്റെ ഭാഗമായി തീരാം. Majority of the ministry of Jesus took place in the street, and the early church was a street ministry, and so I pray that the best place for ministry today is in the marketplace, and those who are professionals have a great opportunity to impact their world for Jesus Christ. And you have heard wonderful, challenging testimonies of these medical doctors who have been able to lead so many people to the Lord through their profession. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും തെരുവോരങ്ങളിലായിരുന്നു. ആദിമ സഭയുടെ ശുശ്രൂഷ ആരംഭിച്ചതും തെരുവോരങ്ങളിൽ നിന്നുകൊണ്ടുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ വ്യത്യസ്ത തൊഴിലിന്റെ ഭാഗമായി ശുശ്രൂഷയിൽ ഏർപ്പെട്ടു വരുന്നത് ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമാണ്. അത് അനേകരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ നല്ലൊരു ഉപാധിയാണെന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. So I invite you to come, and also there is a tremendously inspiring music and singing that is delivered by those who are talented and anointed in that area of ministry. അത് മാത്രമല്ല, ഈ ഉച്ച കഴിഞ്ഞ യോഗത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയുമുണ്ട്. ആ മേഖലയിൽ അഭിഷിക്തരായ അതിനുവേണ്ടി വലിയ കഴിവുകളുള്ള ആളുകൾ വന്ന് പാട്ടുകൾ പാടുകയും ആരാധനയെ നയിക്കുകയും ചെയ്യുന്നത് നമ്മെ വളരെ ആത്മീയമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന സമയങ്ങൾ കൂടിയാണ്. So the afternoon meetings, except for Thursday, is dedicated to the ministry to professionals, and for missions expansion, and also for us to enjoy the ministry of music. വ്യാഴാഴ്ച ഒഴികെ മറ്റു ദിവസങ്ങളിലെ ഉച്ച കഴിഞ്ഞുള്ള യോഗങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത തൊഴിൽ മേഖലയിലുള്ളവർക്ക് വേണ്ടിയും പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി സഭയെ ഉണർത്തുവാൻ വേണ്ടിയും അതുപോലെ സംഗീത ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നാം വേർതിരിച്ചിരിക്കുകയാണ്. Pastor Sunny Philip has been a blessing to us and to the ministry at large, and especially for IPC. Pastor Sunny Philip ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കും ദൈവസഭ ആഗോള വ്യാപകമായി നമുക്കൊരു അനുഗ്രഹമായ ദൈവദാസനാണ്. He has given leadership to Madhya Pradesh for the last several years, and we have seen significant expansion and growth in the state of Madhya Pradesh. കഴിഞ്ഞ ചില വർഷങ്ങളായി മധ്യപ്രദേശ് സംസ്ഥാനത്ത് നമ്മുടെ സഭയ്ക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. അതിന്റെ ഫലമായി അവിടെ നല്ലൊരു വളർച്ച തന്നെ നാം കാണുന്നുണ്ട്. He has written a book called Advancing the Church,
and the advancing church. And the church, as you know, is a forward movement. And we have heard today from God's servants how we are called to go forward and not to retreat. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് മുന്നേറുന്ന സഭ എന്നാണ്. സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് എപ്പോഴും മുന്നേറേണ്ടതിനു വേണ്ടി മാത്രമാണ്. ഇന്ന് ദേവദാസനിലൂടെ നാം കേട്ട സന്ദേശവും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. Pastor Sunny Philip, I'm grateful for his ministry of preaching and teaching and also his ministry of writing. Pastor Sunny Philipന്റെ പ്രസംഗ ശുശ്രൂഷ, എഴുത്തുകൾ, അധ്യാപന ശുശ്രൂഷ എന്നിവയോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. So it gives me great pleasure to give this first copy to our General Secretary, Pastor Dr. Baby Varghese. ഈ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഞാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ബേബി വർഗീസിന് നൽകി പ്രകാശനം ചെയ്യുന്നു. Praise the Lord. Let this book will be a benefit to all the pastors, all the churches, and every single believer. Please buy and read and use this one as an article for our God's word. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്ന പുസ്തകമാണ്. ഇതിന്റെ കോപ്പികൾ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഇവിടെ ലഭ്യമാണെന്ന് കൂടി അറിയിക്കുന്നു. Thank you, Dr. Sunny Philip. May the Lord use you mightily in the days to come to write more books. Thank you. I request Pastor P.K. Thomas to come and pray, and also pray especially for the state of California and for the needs that Pastor C.C. Abraham mentioned. Pastor C.C. Abraham പറഞ്ഞ ആവശ്യങ്ങളെ ഓർത്തും പ്രത്യേകിച്ച് കാലിഫോർണിയ സ്റ്റേറ്റ് ലോസ് ആഞ്ചലസ് പ്രദേശങ്ങളെ ഓർത്തും ഈ വിഷയങ്ങൾക്കായി പാസ്റ്റർ P.K. തോമസ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, അങ്ങ് സർവശക്തനായ ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. 101ാമത് കൺവെൻഷന്റെ 3ാമത് രാത്രിയിലും അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരികയും അവിടുത്തെ ഭൃത്യന്മാരിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടി, സഭയുടെ അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാർക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്ത കർത്താവേ, ഇന്നും ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഞങ്ങളുടെ നടുവിൽ ആഗതനായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഇവിടെ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചതായ വിഷയങ്ങൾ ദൈവപാദപീഠത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ആക്സിഡന്റായി വെന്റിലേറ്ററിൽ കഴിയുന്ന പ്രിയ കുഞ്ഞിന്റെ സൗഖ്യത്തിനു വേണ്ടി ദൈവജനമായി ഞങ്ങൾ ഒരുമിച്ച് വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായ നിമിഷം അങ്ങനെ അദൃശ്യമാകുന്ന കരം ആ കുഞ്ഞിന്റെ മേൽ തൊട്ട് അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിക്കും. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. വിശേഷാൽ അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോസ് ആഞ്ചലസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന കാട്ടുതീ മുഖാന്തരം ദുരിതമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കർത്താവേ, അവിടുന്ന് സകലത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാണല്ലോ. ആ കാട്ടുതീയെ അവിടെ ശമിപ്പിക്കേണ്ടതിനായി, വിടുതൽ കൽപ്പിക്കേണ്ടതിനായി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമം ചൊല്ലി നിന്റെ ജനമായി ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഇന്ന് രാത്രികാലം കർത്താവിന്റെ രാജ്യത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നീട്ടപ്പെട്ട എല്ലാ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിന്റെ ജനത്തിന്റെ മടിയിൽ അവിടെ നടന്നു കൊടുക്കുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് അങ്ങനെ ചെയ്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. തുടർന്ന് നടക്കുവാൻ പോകുന്ന ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വൃദ്ധനെ ശക്തിയോടെ ആത്മനിറവോടെ കർത്താവെ കരങ്ങളിൽ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ആ ദൈവവചനത്തിന്റെ കേൾവിയും ഞങ്ങളുടെ ജീവിതത്തില് അനുഗ്രഹമായി പരിണമിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അഭിമാനമായിരിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസന് കൊടുത്ത സൗഖ്യത്തിന് സ്തോത്രം. ഞങ്ങളുടെ നടുവിൽ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിർത്തുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം.
എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ രക്ഷകനുമായ യേശു തമ്പുരാന്റെ നാമനിമിത്തം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേട്ടുത്തരം അരുളുമാറാകണമേ. ആമേൻ.